സുഹൃത്തുക്കളെ, നിങ്ങളിൽ പലരും എന്നും കഠിനാധ്വാനം ചെയ്തിട്ടും വിചാരിച്ച ഫലം കിട്ടാതെ എൻ്റെ ജീവിതം എങ്ങും എത്താതായിപ്പോയല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നവരായിരിക്കാം. എങ്കിൽ ആദ്യം തന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പരാജയപ്പെട്ടവരല്ല. ഒരൊറ്റ ശരിയായ ശീലത്തിൻ്റെ കുറവ് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് ഒട്ടും നിരാശപ്പെടേണ്ടതില്ല. കാരണം ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ള ജീവിതത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ പരാജയപ്പെട്ടു നിന്ന ഒരു സാധാരണക്കാരൻ തൻ്റെ ഒരൊറ്റ ശീലം കൊണ്ട് 90 ദിവസത്തിനുള്ളിൽ ജീവിതം മാറ്റിമറിച്ച ഒരു സത്യമുണ്ട്. അത് വെറുമൊരു കഥയല്ല, നിങ്ങളുടെ ജീവിതവും മാറ്റാൻ പോകുന്ന ഒന്നാണ്. രാപ്പകലില്ലാതെ ഫാക്ടറികൾ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ടൗണിൽ തോമസ് എന്ന പേരുള്ള ഒരു 32 വയസ്സുകാരൻ ജീവിച്ചിരുന്നു. ഒരു വലിയ വെയർഹൗസിലെ നൈറ്റ് സെക്യൂരിറ്റി ഗാർഡായിരുന്ന അവൻ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ജോലിക്ക് പോകും. പിറ്റേന്ന് 6 മണിക്ക് കഠിനമായ ക്ഷീണത്തോടെ വീട്ടിലേക്ക് മടങ്ങും. വളരെ ചെറിയ ശമ്പളമായിരുന്നു അവന്. കേവലം ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ തറയിലിട്ട ഒരു പഴയ മെത്തയിലായിരുന്നു അവൻ ഉറങ്ങിയിരുന്നത്. പഴയ കുറച്ച് വസ്ത്രങ്ങളും ഓട്ടയുള്ള ഒരു ഷൂവുമായിരുന്നു അവൻ്റെ സമ്പാദ്യം. പക്ഷെ ദാരിദ്ര്യത്തെക്കാൾ കൂടുതൽ അവനെ വേദനിപ്പിച്ചത് ഞാൻ ജീവിതത്തിൽ എവിടെയോ കുടുങ്ങിപ്പോയി എന്ന ഒരു ചിന്തയായിരുന്നു. രാവിലെ ജോലി കഴിഞ്ഞു വരുമ്പോൾ മറ്റുള്ളവരുടെ സന്തോഷമുള്ള ജീവിതം അവൻ കാണും. കുടുംബത്തോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കുന്നവർ, ഓഫീസിൽ പോകുന്നവർ. തോമസ് ചിന്തിക്കും, എൻ്റെ ജീവിതവും എക്കാലവും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? മറ്റുള്ളവർ അവരുടെ സ്വപ്നത്തിലേക്ക് ഉണരുമ്പോൾ ഞാൻ ഉറങ്ങാൻ പോകുന്നു. അവനൊരു മടിയനല്ലായിരുന്നു. രാത്രി മുഴുവൻ കഠിനമായി അധ്വാനിച്ചിരുന്നു. പക്ഷേ കഠിനാധ്വാനം കൊണ്ട് മാത്രം അവൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ മാറുന്നില്ലായിരുന്നു. ഇതിന് കാരണം മറ്റൊന്നുമല്ല, അവൻ ഉണർന്നിരുന്നത് ലോകം ഉറങ്ങുമ്പോഴും അവൻ ഉറങ്ങുന്നത് ലോകം ജോലി ചെയ്യുമ്പോഴുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു തണുത്ത ചൊവ്വാഴ്ച രാവിലെ 6 മണിക്ക് തോമസിൻ്റെ നാട്ടിൽ നിന്നൊരു ഫോൺ കോൾ. അവൻ്റെ അമ്മ പെട്ടെന്ന് കുഴഞ്ഞു വീണു, ഹോസ്പിറ്റലിലായി എന്നായിരുന്നു ആ വാർത്ത. ഇത് കേട്ടതും അവൻ ഓടി നാട്ടിലെത്തി. അമിതമായ ക്ഷീണവും മാനസിക വിഷമവും കാരണമാണ് അമ്മ കുഴഞ്ഞു വീണത്. അവർക്ക് നല്ല ഭക്ഷണവും മരുന്നും വേണം. അതിനുള്ള പണം തോമസിൻ്റെ കയ്യിലില്ലായിരുന്നു. ഹോസ്പിറ്റൽ ബെഞ്ചിൽ കിടന്നുകൊണ്ട് അമ്മ അവൻ്റെ കൈകൾ പിടിച്ച് വിതുമ്പലോടെ പറഞ്ഞു, തോമസ്, എൻ്റെ ജീവിതം പോയതുപോലെ നിന്റെ ജീവിതം പായായി പോകരുത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടുപിടിക്കണം. അമ്മ ഉറങ്ങിക്കഴിഞ്ഞിട്ടും തോമസ് ആ ബെഞ്ചിൽ തന്നെ ഇരുന്നു. അവൻ്റെ ഉള്ളിൽ സ്വന്തം അവസ്ഥയോടുള്ള ദേഷ്യമാണ് വന്നത്. അവൻ പുലർച്ചെ 5 മണിക്ക് ക്ലിനിക്കിന് പുറത്തിറങ്ങി. ലോകം ഉണർന്നു വരുമ്പോൾ ചില കർഷകർ പാടത്തേക്ക് പോകുന്നു. പക്ഷികളുടെ മനോഹരമായ ശബ്ദം. ആ നിമിഷം തോമസ് ഒരു തീരുമാനമെടുത്തു. ഇനിയില്ല, ഞാനിങ്ങനെ ജീവിക്കുന്നില്ല. എന്ത് വില കൊടുത്തും ഞാനൊരു വഴി കണ്ടെത്തും. തിരികെ ടൗണിലേക്കുള്ള ബസ് യാത്രയിൽ അവൻ ഒരു കാഴ്ച കണ്ടു. അവൻ്റെ എതിർവശത്ത് നല്ല വസ്ത്രം ധരിച്ച ഒരാൾ ശാന്തനായിരുന്ന് പുസ്തകം വായിക്കുന്നു. ടൗണിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ മിസ്റ്റർ ജോസ് ആയിരുന്നു അത്. സമയം 6 മണി. തോമസ് ധൈര്യം സംഭരിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചു, സാർ, നിങ്ങളെപ്പോലെ ഒരു ധനികൻ എന്തിനാണ് ഈ പുലർച്ചെ ബസ്സിൽ യാത്ര ചെയ്യുന്നത്? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ദിവസവും 4:30 എഴുന്നേൽക്കും. ലോകം ഉണരുന്നതിന് മുൻപ് വായിക്കാനും ചിന്തിക്കാനും ഈ ദിവസത്തെ പ്ലാൻ ചെയ്യാനും ഞാൻ ഈ സമയം ഉപയോഗിക്കും. തോമസ് തൻ്റെ നൈറ്റ് ഷിഫ്റ്റ് ജോലിയെക്കുറിച്ചും ഉറക്കത്തെക്കുറിച്ചും അദ്ദേഹത്തോട് പറഞ്ഞു. മിസ്റ്റർ ജോസ് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ലോകം ഉറങ്ങുമ്പോൾ നീ ഉണർന്നിരിക്കുന്നു. ലോകം ജോലി ചെയ്യുമ്പോൾ നീ ഉറങ്ങുന്നു. അതുകൊണ്ടാണ് നീ ഒരിടത്തും എത്താത്തത്. യുവാവേ, ഞാനൊരു രഹസ്യം പറഞ്ഞു തരാം. രാവിലെ 5 മണി മുതൽ 7 മണി വരെയുള്ള ആ 2 മണിക്കൂർ അതൊരു മാന്ത്രിക മണിക്കൂറാണ്. മറ്റുള്ളവർ ഉറങ്ങി സ്വപ്നം കാണുമ്പോൾ നിനക്ക് നിന്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റിയ സമയം. നീ ഉറങ്ങുന്ന സമയം മാറ്റുക. ജോലി കഴിഞ്ഞു വരുമ്പോൾ പകൽ 5 മണിക്കൂർ മാത്രം ഉറങ്ങുക. 12 മണിക്ക് എഴുന്നേൽക്കുക. ബാക്കി യഥാർത്ഥ ജീവിതത്തിനായി മാറ്റിവെക്കുക. മിസ്റ്റർ ജോസ് അവന് വലിയൊരു സിസ്റ്റം പഠിപ്പിച്ചു കൊടുത്തു. ദിവസവും രാവിലെ കിട്ടുന്ന ആ 2 മണിക്കൂർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. 1-ാമത്തെ മണിക്കൂർ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറ്റാൻ പറ്റുന്ന ഒരു പുതിയ സിലബസ് പഠിക്കുക. യൂട്യൂബിലും ഓൺലൈനിലും എല്ലാം ഫ്രീ ആയി ലഭ്യമാണ്. 2-ാമത്തെ മണിക്കൂർ ശരീരവും മനസ്സും മെച്ചപ്പെടുത്തുക. 30 മിനിറ്റ് വ്യായാമം ചെയ്യുക. 30 മിനിറ്റ് വായിക്കുക. ഒപ്പം 3 പ്രധാനപ്പെട്ട നിയമങ്ങളും അദ്ദേഹം പറഞ്ഞു. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല. ഞായറാഴ്ച ഉൾപ്പെടെ 5 മണിക്ക് തന്നെ എഴുന്നേൽക്കണം. രാത്രി കൃത്യസമയത്ത് തന്നെ ഉറങ്ങണം. വലിഞ്ഞു നീണ്ട ഫോൺ സ്ക്രോളിങ്ങും മറ്റു തടസ്സങ്ങളും ഒഴിവാക്കണം. ആദ്യത്തെ ഒരാഴ്ച നരകതുല്യമായിരിക്കും. ശരീരം എതിർക്കും, പക്ഷേ തോറ്റുകൊടുക്കരുത്. 21 ദിവസം കൊണ്ട് ഇത് ശീലമാകും.
90 ദിവസം കൊണ്ട് ഇത് നിന്റെ വ്യക്തിത്വമാവും. തോമസ് അത് അതേപടി അനുസരിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ അലാറം വെച്ചപ്പോൾ അവൻ്റെ ശരീരം വല്ലാതെ മടിച്ചു. പക്ഷേ അമ്മയുടെ മുഖമോർത്ത് അവൻ എഴുന്നേറ്റു. ആദ്യത്തെ ആഴ്ച കഠിനമായ വേദനയുടേതായിരുന്നു. ഇരട്ടത്ത് നിന്ന് അവൻ തൻ്റെ ഫോണിൽ ഫ്രീ ആയി കിട്ടുന്ന എക്സൽ ട്യൂട്ടോറിയലുകൾ കാണാൻ തുടങ്ങി. കണ്ണ് നീറി ശ്രദ്ധ മാറിയെങ്കിലും അവൻ നിർത്തിയില്ല. 6 മണിക്ക് നടക്കാൻ പോയി. വായന തുടർന്നു. കൃത്യം 20 ദിവസം കഴിഞ്ഞപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, അലാറം അടിക്കുന്നതിൻ്റെ 2 മിനിറ്റ് മുൻപേ തന്നെ തോമസ് ഉണരാൻ തുടങ്ങി. അവന് എക്സൽ ഫോർമുലകളിലും ഡാറ്റ അനാലിസിസും മനസ്സിലാകാൻ തുടങ്ങി. 2-ാം മാസം അവസാനിച്ചപ്പോഴേക്കും അവന് 3 ഓൺലൈൻ അക്കൗണ്ടിംഗ് കോഴ്സുകൾ. ദിവസവുമുള്ള നടത്തം കൊണ്ട് അവൻ്റെ ശരീരഭാരം കുറഞ്ഞു. ആത്മവിശ്വാസം കൂടി. 3-ാം മാസം അവൻ പഠിച്ച അറിവ് വെച്ച് വെയർഹൗസിലെ സാധനങ്ങൾ കൃത്യമായി ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു എക്സൽ സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാക്കി സൂപ്പർവൈസറെ കാണിച്ചു. അവർ അത്ഭുതപ്പെട്ടുപോയി. തോമസ്, നീ എങ്ങനെ ഇത് പഠിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റിരുന്ന് പഠിച്ചതാണ്. ഈ വിവരം വെയർഹൗസ് മാനേജറും ഓണറും അറിഞ്ഞു. അങ്ങനെ അവൻ്റെ 5 മണി യാത്രയുടെ 87-ാം ദിവസം സൂപ്പർവൈസർ അവനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. തോമസ്, ഞങ്ങളുടെ അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് വികസിപ്പിക്കുകയാണ്. വെയർഹൗസ് കാര്യങ്ങളും ബുക്കിംഗ് കീപ്പിങ്ങും അറിയാവുന്ന നിന്നെയാണ് ഞങ്ങൾക്കിവിടെ ആവശ്യം. ഇത് ഡേ ഷിഫ്റ്റ് ജോലിയാണ്. നിന്റെ ഇപ്പോഴത്തെ ശമ്പളത്തിന്റെ ഇരട്ടിയാണ് പുതിയ ശമ്പളം. തോമസിന് വിശ്വസിക്കാനാവുന്നില്ല. വെറും 3 മാസം മുമ്പ് നിരാശനായിരുന്ന ഒരു നൈറ്റ് ഗാർഡ് ഇന്ന് ഒരു ഓഫീസ് ജീവനക്കാരനായിരിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും തോമസ് ആ ശീലം മാറ്റിയില്ല. അവൻ കമ്പനിയുടെ ലീഡിംഗ് അക്കൗണ്ടന്റായി മാറി. അമ്മക്ക് നല്ല ചികിത്സ നൽകി. നല്ലൊരു വീടെടുത്ത് അതിലേക്ക് മാറുകയും ചെയ്തു. കൂടെയുള്ളവർ ചോദിക്കും, നീ ഒരു പണക്കാരനായി മാറിയല്ലോ, പിന്നെ എന്തിനാണ് ഇത്രയും രാവിലെ എഴുന്നേൽക്കുന്നതെന്ന്. അവൻ പറഞ്ഞു, വിജയം ഒരു ലക്ഷ്യമല്ല, അതൊരു ദിവസേനയുള്ള ശീലമാണ്. എൻ്റെ ശീലം 5 മണിക്ക് ആരംഭിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളും ജീവിതത്തിൽ എവിടെയെങ്കിലും തടസ്സപ്പെട്ടു നിൽക്കുകയാണ്. മറ്റുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി അധ്വാനിക്കാൻ മറക്കാതിരിക്കുക. ഓർക്കുക, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നും എവിടേക്കാണ് എത്തേണ്ടതെന്നും തീരുമാനിക്കുന്നത് നിങ്ങളുടെ കഠിനാധ്വാനമോ ഭാഗ്യമോ മാത്രമല്ല. മറ്റുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക. എന്നാൽ നിങ്ങൾ കേവലം ഒരു സമയത്ത് ഉണരുകയല്ല, നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ കൈപ്പിടിയിലാക്കുകയാണ്. ചിന്തിക്കുക. ഈ ആശയം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക.